أهلين يا أبنائي السلام عليكم ما أخباركم أنتم طيبين എല്ലാവർക്കും സുഖം തന്നെയല്ലേ قلنا في الدرس الماضي عن فرحة العيد حاشر കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഷിറിൻ്റെ പെരുന്നാൾ സന്തോഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. പെരുന്നാൾ ദിവസം ഹാഷിർ ജദ്ദിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അല്ലേ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എങ്ങനെ ഹാഷിർ അവിടെ എത്തിയപ്പോൾ വഫി ഫറഹിൻ വസുറൂർ, വളരെയധികം സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് അല്ലേ. അതിന് പ്രധാന കാരണം കൂടിയുണ്ട്. എന്താണ്? അൽയൗം യൈത്തി ഖാലുഹു മിൻ ദുബൈ, ഇന്ന് അവൻ്റെ ഖാല് ദുബൈയിൽ നിന്ന് വരികയാണ്. ഹാഷിറിൻ്റെ ജദ്ദും ജദ്ദത്തും ബാബയും മാമയും ഖാലത്തും, പിന്നെ ഖാലിൻ്റെ മോളൊരാളുണ്ടല്ലോ. എന്താ ഖാലിൻ്റെ മോളെ പേര്? ഫാത്തിമ. ഫാത്തിമയും പിന്നെ അവരൊക്കെ അഹും ഒക്കെ കൂടി അവിടെ മത്വാറിൽ കാത്തിരിക്കുകയാണ്. മത്വാറിൽ കാത്തിരിക്കുകയാണ്. മാമാന മത്വാർ എയർപോർട്ടിൽ എല്ലാവരും കാത്തിരിക്കുകയാണ് ഖാലിനെ. ഇനി നമ്മൾ എയർപോർട്ട് എന്നല്ല പറയാം, മത്വാർ. അപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കുക, മത്വാർ ഒന്ന് പറയാം എല്ലാവരും. അങ്ങനെ എല്ലാവരും വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഖാലിനെ, പ്രത്യേകിച്ച് നമ്മളെ ഹാഷിർ. ഈ സമയത്താണ് ഹാഷിർ ചെറിയൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഹാഷിറിന് മനസ്സിലായി തോയിറത്ത് വരുന്നുണ്ട്, വിമാനം എയർപോർട്ടിന് മത്താറിനടുത്ത് എത്താനായിട്ടുണ്ട്. അവന് മനസ്സിലായി. അവൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കി. അതാ വരുന്നുണ്ട്. അവൻ സന്തോഷത്തിൽ പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. എല്ലാവരും കണ്ടില്ലേ തോയിറത്ത് വരുന്നത്? ഹബത്തത്തി തോയിറത്ത് ലാൻഡ് ചെയ്തു. തോയിറത്ത് ഇറങ്ങി. ഹബത്തത്ത്. അങ്ങനെ ഖാല് വന്ന തോയിറത്തിൽ പോകാനുള്ള ആളുകളൊക്കെ മത്താറിൽ ഒരുങ്ങാൻ തുടങ്ങി. ഇനി കുറച്ച് സമയം കഴിയണം ഖാല് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. നമുക്കെല്ലാവർക്കും അറിയാലേ, തോയിറത്ത് വന്നു കഴിഞ്ഞാലും കുറച്ച് സമയം നമ്മൾ പുറത്ത് കാത്തു നിൽക്കുമ്പോഴേ നമ്മളെ വരുന്ന ആളുകൾ മത്വാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. നമ്മളൊക്കെ പോയതാണ്, മത്വാറിൽ പോയ ആളുകളല്ലേ അധികവും. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ക്ഷമയില്ലാതെ നമ്മളെ ഹാഷിർ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്താ കാരണം? ഖാലിനെ കാണാനുള്ള സന്തോഷം കൊണ്ടാ അല്ലേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഖാല് പുറത്തേക്ക് ഇറങ്ങി മത്താറിൽ നിന്ന്. ഹാഷിർ പറഞ്ഞു അതാ ഖാല് എന്ന് പറഞ്ഞിട്ട് ഖാലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ ഖാലിൻ്റെ അടുത്തെത്തി ഖാലിനോട് സലാം പറഞ്ഞു. അങ്ങനെ ഖാലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാഗ് ഹാഷിർ വാങ്ങി അങ്ങനെ കൊണ്ടുപോരുകയാണ്. കണ്ടോ? അങ്ങനെ നമ്മളെ ഹാഷിറും ഖാലും കൂടി ജദ്ദിൻ്റെയും ജദ്ദത്തിൻ്റെയും ഫാത്തിമയുടെയും പിന്നെ ബാബയും മാമയും എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സലാം പറയുകയും വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്തു. എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുക. അങ്ങനെ ഓരോരുത്തർ ഹാഷിറും അതേപോലെ ഫാത്തിമയും ഒക്കെ ഖാലിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഹിവാർ, അത് നമ്മളെ പാഠപുസ്തകത്തിലുണ്ട്. നല്ല രസകരമായ കുറേ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. ഹിവാർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ അദവാത്തുൽ ഇസ്തിഫാം, അത് ഒന്നും കൂടി നമ്മളൊന്ന് കാണാനും വേണ്ടി കഴിഞ്ഞ ദിവസം കണ്ട അതേ ഒരു വീഡിയോ ഒന്ന് കാണാം. തമാം.
അദവാത്തുൽ ഇസ്തിഫ്ഹാമിൻ്റെ വീഡിയോ കണ്ടു. അദവാത്തുൽ ഇസ്തിഫ്ഹാം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നമ്മളെ വാക്കുകൾ നമ്മളെല്ലാവരും ശരിക്കും പഠിച്ചു. എന്നാലും ശരിക്കും ഒന്നുകൂടി നോക്കി നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് നമ്മളെ ഹിവാറ് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ ഹിവാറ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിലെ 14-ാമത്തെയും 15-ാമത്തെയും പേജ് എടുക്കൂ. തമാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 14-ാമത്തെ പേജ് എടുത്തു അല്ലേ? നമ്മളെ ഹാഷിറിൻ്റെ ഹാല് ദുബായിൽ നിന്ന് വരുന്ന മത്താറിലുള്ള ചിത്രമൊക്കെ കണ്ടു. അതിന് താഴെ എന്താ കാണുന്നത്? അദവാത്തുൽ ഇസ്തിഫ്ഹാം അല്ലേ? എല്ലാവരും ഒന്ന് പറയും. അദവാത്തുൽ ഇസ്തിഫ്ഹാം, ചോദ്യം ചോദിക്കാനുള്ള വാക്കുകൾ. നമ്മളെ സംഭാഷണത്തിൽ ഹിവാറിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ, സംഭാഷണം നടത്താനുള്ള വാക്കുകളാണ്. ഇതൊക്കെ നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. എന്നാലും ഒരു വട്ടം നമുക്കിതൊന്ന് ഓരോന്നും വായിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം അറിയാമെന്ന് മാഷിക്ക് അറിയാം. എന്നാലും ഒന്ന് വായിക്കാം. ഐന എവിടെ, മാത എന്താ, മത എപ്പോൾ, കൈഫ എങ്ങനെ, മൻ ആരാണ്. എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് നമ്മളെ ഹിവാർ തുടങ്ങിയാലോ? മത്താറിൽ നിന്ന് ഹാഷിറും ഫാത്തിമയും ജദ്ദും എല്ലാവരും കൂടി നമ്മുടെ ഹാലിനോട് സംസാരിക്കുകയാണ്. അവിടെ വേറെ ആളുകളുണ്ട്. ഫാത്തിമയുടെ അഹുണ്ട്, അതേപോലെ നമ്മളെ ഹാഷിറിൻ്റെ അഹൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടി ഹാലുമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭാഷണം, ഒരു ഹിവാർ. ഇവിടെയൊക്കെ നമുക്ക് നമ്മൾ ഈ അദവാത്തുൽ ഇസ്തിഫ്ഹാം പൂരിപ്പിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ച് വായിക്കുന്നത് കേൾക്കുക. എന്നിട്ട് ശരിക്ക് ആലോചിച്ചിട്ട് പറയണം എന്താണ് ഇവിടെ ചേർക്കേണ്ടത് എന്ന് ഓരോ സ്ഥലത്തെത്തുമ്പോഴും. തുടങ്ങിയല്ലോ നമുക്ക്. എന്നാൽ ഹാഷിർ അസ്സലാമു അലൈക്കും. ഖാൽ വലൈക്കും അസ്സലാം. സലാം പറഞ്ഞു മടക്കി. ഇനി നമുക്ക് 15-ാമത്തെ പേജ്, അടുത്ത പേജ്. അപ്പോൾ ഫാത്തിമ ചോദിച്ചു, ഡാഷ് ഹബത്തൊത്തി ത്വാഇറത്തു, ഡാഷ് ഹബത്തൊത്തി ത്വാഇറത്തു. ഹബത്തൊത്ത് കുറച്ച് നേരത്തെ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ലാൻഡ് ചെയ്യുക, ഇറങ്ങുക. ത്വാഇറത്ത് എല്ലാവർക്കും അറിയാം. ഹബത്തൊത്തി ത്വാഇറത്തു, വിമാനം ഇറങ്ങുക. അപ്പോൾ എന്തോന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു അദവാത്തുൽ ഇസ്തിഫ്ഹാം ഇവിടെ വെക്കാനുണ്ട്. നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി എന്താണ് ഫാത്തിമ ചോദിച്ച സമയത്ത് ഹാല് മറുപടി പറഞ്ഞത് നോക്കുക നമുക്ക്. ഖബ്ല സാഅ, ഖബ്ല സാഅ. ഒരു മണിക്കൂർ മുമ്പ്. ഖബ്ല എല്ലാവരും പഠിച്ചതാണ് അല്ലേ? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഖബ്ല മുമ്പ്, ബഅദ ശേഷം. ഖബ്ല സാഅ ഒരു മണിക്കൂർ മുമ്പ്. സാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം, മണിക്കൂർ എന്നൊക്കെ അർത്ഥം. ഇവിടെ എന്താ? മണിക്കൂർ. ഖബ്ല സാഅത്തിൻ ഒരു മണിക്കൂർ മുമ്പ്. ഒരു മണിക്കൂർ മുമ്പ് എന്ന് ഹാല് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഫാത്തിമ ചോദിച്ചത്? ഹബത്തൊത്തി ത്വാഇറത്തു, വിമാനം ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യവാക്കുണ്ടല്ലോ. എന്താവും? പറയ്. അതെ, കുറച്ചാളുകൾ പറഞ്ഞല്ലോ. മത അല്ലേ? എപ്പോഴാണ്? മത ഹബത്തൊത്തി ത്വാഇറത്തു, എപ്പോഴാണ് ത്വാഇറത്ത് ലാൻഡ് ചെയ്തത്, ഇറങ്ങിയത്, മത്താറിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഇപ്പോൾ ഖാല് പറഞ്ഞു ഖബ്ല സാഅ, ഒരു മണിക്കൂർ മുമ്പാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ ഓരോന്നും നോക്കി ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. തമാം. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞല്ലോ ഫാത്തിമയുടെ ഒരു അഹും അവിടെ ഉണ്ട്, മാജിദ്. അവൻ്റെ പേരെന്താ? മാജിദ്. ഡാഷ് കാനത്ത് രിഹ്ലത്തു, എന്തോ ചോദിക്കുകയാണ് അല്ലേ?
ഡാഷ് കാനത്ത് റിഹിലത്തു. റിഹിലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര. ഡാഷ് കാനത്ത് റിഹിലത്തു, യാത്ര ആയിരുന്നു. അപ്പോൾ എന്തോ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കുക. ഹാലെന്താ മറുപടി പറഞ്ഞ് നോക്കുക. ആ മറുപടിക്കനുസരിച്ചാവും ഇവിടെ ചോദ്യം വരിക. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഒന്ന് നോക്കാം. മുരീഹ, നല്ല റാഹത്തായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. യൻളുറുൽ ഖാലു ഇലൽ ഫാത്തിമ, ഫാത്തിമയുടെ അടുത്തേക്ക് ഖാല് നോക്കിക്കൊണ്ട് മുരീഹ എന്നാണ് മറുപടി പറഞ്ഞത്. നല്ല റാഹത്തായിരുന്നു എന്ന് പറഞ്ഞു. കാനത്ത് റിഹ്ല, എന്താ മാജിദ് ചോദിച്ചത്? ഡാഷ് കാനത്ത് റിഹ്ല. അപ്പം എന്താവും? യാത്ര എങ്ങനെയായിരുന്നു, യാത്ര എങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വെക്കും? ഈ ഡാഷിലെടുത്ത് എന്താണ് നമ്മൾ ചേർക്കേണ്ടത്, പൂരിപ്പിച്ച് എഴുതേണ്ടത്? എങ്ങനെ? അതെ, തമാം, മുംതാസ്. കൈഫ അല്ലേ? കൈഫ കാനത്ത് റിഹ്ലത്തു, എങ്ങനെയായിരുന്നു യാത്ര? ഇപ്പോൾ ഖാല് പറഞ്ഞു മുരീഹ, നല്ല റാഹത്തായിരുന്നു യാത്ര. അപ്പോൾ തന്നെ ഖാല് എന്ത് ചെയ്യുന്നുണ്ട്? യൻളുറുൽ ഖാലു ഇലാ ഫാത്തിമ, ഖാല് ഫാത്തിമയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഫാത്തിമയോട് എന്തോ ഒന്ന് ഖാല് ചോദിക്കുന്നുണ്ട്. എന്താ? ഫാത്തിമയെ നോക്കിക്കൊണ്ട് ഖാൽ എന്താ ചോദിച്ചത്? ഡാഷ് ഫീ യദിക യാ ഫാത്തിമ, ഡാഷ് ഫീ യദിക യാ ഫാത്തിമ. ഫാത്തിമ നിന്റെ കയ്യിൽ എന്തോ ചോദിക്കണം അല്ലേ? എന്താവും ചോദിച്ചത്? നിന്റെ കയ്യിൽ എന്ന് ചോദിച്ചു. ഡാഷ് നിന്റെ കയ്യിൽ, ഡാഷ് ഫീ യദിക യാ ഫാത്തിമ. ഫാത്തിമ എന്താ മറുപടി പറഞ്ഞേ നോക്കുക. ഹാദിഹി ലോബത്തി, ഹാദിഹി ലോബത്തി, ഇതെൻ്റെ കളിപ്പാട്ടമാണ്. അപ്പോൾ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ഫീ യദിക യാ ഫാത്തിമ, നിന്റെ കയ്യിൽ ഫാത്തിമ, ഫാത്തിമ നിന്റെ കയ്യിൽ ഡാഷ്, എന്താണെന്നല്ലേ? എന്താണ് നിന്റെ കയ്യിൽ? ഖാല് ചോദിച്ചത് എന്താ? എന്താണ് നിന്റെ കയ്യിൽ? ഡാഷ് ഫീ യദിക യാ ഫാത്തിമ. അപ്പോൾ എന്താണ് എന്ന വാക്ക്, എന്ന അദവാത്തുൽ ഇസ്തിഫാം നമ്മളിവിടെ ചേർക്കണം. എന്താണ്? എന്താണ് എന്നുള്ളതിന് എന്താണ് നമ്മൾ പറയാം? മാത. നല്ല കുട്ടികളാണല്ലോ, എല്ലാവരും ശരിക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രവർത്തനം ചെയ്ത് എഴുതി നമ്മൾ നോട്ട് ബുക്കിൽ, അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ മാത, മാത ഫീ യദിക യാ ഫാത്തിമ, മാത ഫീ യദിക യാ ഫാത്തിമ, എന്താണ് ഫാത്തിമ നിന്റെ കയ്യിൽ? ഫാത്തിമ മറുപടി പറഞ്ഞു ഹാദിഹി ലോബത്തി, ഇതെൻ്റെ കളിപ്പാട്ടമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഖാൽ എന്താ ചോദിക്കണത് നോക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും നോക്കുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. ടെക്സ്റ്റ് ബുക്കിലും നോക്കണം, സ്ക്രീനിലേക്കും നോക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. മാഷിവിടെ പറയുമ്പോൾ സ്ക്രീനിലും നോക്കണം, അത് ടെക്സ്റ്റ് ബുക്കിലും നോക്കണം. തമാം. ഖാൽ എന്താ പറയണത്? ഡാഷ് വസൽതും ഇലൽ മത്താർ, ഡാഷ് വസൽതും ഇലൽ മത്താർ. എന്താവും? വസൽത്തും, നിങ്ങൾ വന്നത്, ഇലൽ മത്താർ, മത്താറിലേക്ക്. നിങ്ങൾ മത്താറിലേക്ക് വന്നത്, നിങ്ങൾ എയർപോർട്ടിലേക്ക് വന്നത്. ഹാലെന്തോ ചോദിക്കുകയാണ്. അപ്പം എന്തോ ഒരു ചോദ്യവാക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ മത്താറിലേക്ക് വന്നത്. അപ്പോൾ ഹാഷിം, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, ഫാത്തിമയുടെ ഒരു അഹുണ്ട് ഹാഷിം. ഹാഷിം പറഞ്ഞു ഫി സയ്യാറ, കാറിലാണ്. അപ്പോൾ എന്താവും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക? ഹാഷിം കാറിലാണ് എന്നാണ് ഖാലിനോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഖാല് ചോദിക്കുന്നത് എന്താ? ഡാഷ് വസൽതും ഇലൽ മത്വാർ, മത്വാറിലേക്ക് എത്തിയത് ഡാഷ്, എങ്ങനെയാണ് അല്ലേ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മത്വാറിലേക്ക് എത്തിയത്? അപ്പം നമ്മൾ എന്ത് ചേർക്കും ഇവിടെ എങ്ങനെയെന്നുള്ളതിന്? തമാം, മുംതാസ്. കൈഫ അല്ലേ? കൈഫ വസൽതും ഇലൽ മത്വാർ, എങ്ങനെയാണ് നിങ്ങൾ മത്വാറിലേക്ക് എത്തിയത് എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഹാഷിം പറഞ്ഞു ഫി സയ്യാറ, കാറിലാണ്. ഫി സയ്യാറ, കാറിലാണ്. ഇനി എന്താ ഖാല് ചോദിക്കുന്നത്? എന്താ? ഡാഷ് അസായിഖു, ഡാഷ് അസായിഖു,
മമാന സായിഖ് പുതിയ വാക്കാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പുതിയ വാക്കുകളെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം. ഡാഷ് അസായിഖു, അസായിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ. ഡാഷ് അസായിഖു ഡ്രൈവർ, ഡാഷ് ഡ്രൈവർ. അപ്പോൾ ഫാത്തിമ മറുപടി പറഞ്ഞു ജാറുന കുമാർ. ജാറുന കുമാർ, ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസി. ജാറുന നമ്മുടെ അയൽവാസി കുമാറാണ്. നമ്മുടെ അയൽവാസി കുമാറാണ്. അപ്പോൾ എന്താവും ഹാല് സായിഖിനോട് ചോദിച്ചിട്ടുണ്ടാവുക? എന്താവും ഹാല് ഫാത്തിമയോട് ചോദിച്ചിട്ടുണ്ടാവുക? എന്താവും? ഡാഷ് അസായിഖ്, മൻ അസായിഖ്. എന്താണ്? മൻ അസായിഖ്, ആരാണ് എന്നാവും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? മൻ അസായിഖ്, ആരാണ് ഡ്രൈവർ? ഫാത്തിമ. ജാറുന കുമാർ, നമ്മുടെ അയൽവാസി കുമാറാണ്. ഇവിടെ ഒരു ചോദ്യചിഹ്നം കാണുന്നുണ്ട് നമ്മളല്ലേ? ഇതിവിടേക്ക് അവർ എഴുതിയതിലുള്ള ഇതിൽ അച്ചടിച്ചതിലുള്ള ചെറിയൊരു പിഴവാണ്. ഇവിടെ ചോദ്യചിഹ്നം ഉണ്ടാവില്ല. ഇത് ചോദ്യമാണോ? അല്ല. ഹാൽ ഇവിടെ ചോദിക്കുന്നത് മൻ സായിഖു, ആരാണ് ഡ്രൈവർ? ഫാത്തിമ മറുപടി പറയാണ് ജാറുന കുമാർ, നമ്മുടെ അയൽവാസി കുമാറാണ് എന്ന് പറഞ്ഞു. തമാം. പിന്നെയും ഹാൽ എന്തോ കാര്യം ചോദിക്കുന്നുണ്ട്. ഡാഷ് കുമാർ, ഡാഷ് കുമാർ, അതിനുള്ള മറുപടി എന്താ ഫാത്തിമ പറയണമെന്ന് നോക്കുക നമുക്ക്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കാനുള്ള അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ നോക്കുക? ഫാത്തിമ പറയാണ് ഹുവ ഫി സയ്യാറ, അദ്ദേഹം കാറിലുണ്ട്, അദ്ദേഹം കാറിലാണ്. അപ്പോൾ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ഡാഷ് കുമാർ, കുമാർ എവിടെയാണെന്നല്ലോ അല്ലേ? എവിടെയാണ് കുമാർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ എവിടെയെന്നുള്ളതിന്? മുംതാസ് പറഞ്ഞല്ലോ. ബാക്കിയുള്ളവരും കൂടി പറയും എവിടെയെന്നുള്ളതിന് എന്താ പറയാ? മുംതാസ്. ഐന, ഐന കുമാർ, എവിടെയാണ് കുമാർ? ഹുവ ഫി സയ്യാറ, അദ്ദേഹം കാറിലുണ്ട്. അപ്പോൾ ഹാല് പറഞ്ഞു ഹസൻ, വളരെ നല്ലത്. നസ്ഹബ് ഇല ബൈത്ത്, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, നസ്ഹബ് ഇല ബൈത്ത്, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? എവിടെ ചേർക്കാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ആ ചോദ്യവാക്കുകൾ ഏതൊക്കെയാണ് ഇവിടെ നമുക്ക് ചേർക്കാനുള്ളത് എന്നൊക്കെ എല്ലാവരും ശരിക്കും മനസ്സിലാക്കില്ലേ? ഒരു വട്ടം കൂടി നമുക്കിതൊന്ന് വായിക്കാം. ഹാഷിർ അസ്സലാമു അലൈക്കും. ഖാൽ വഅലൈക്കും അസ്സലാം. ഫാത്തിമ ഡാഷ് ഹബതത്തി ത്വായിറത്തു, മതാ ഹബതത്തി ത്വായിറത്തു, എപ്പോഴാണ് ത്വായിറത്ത് ലാൻഡ് ചെയ്തത്, ഇറങ്ങിയത്? ഖാൽ ഖബ്ല സഅത്തി, ഒരു മണിക്കൂർ മുമ്പ്. മാജിദ് ഡാഷ് കാനത്തി റിഹ്ലത്തു, കൈഫ കാനത്തി റിഹ്ലത്തു, എങ്ങനെയായിരുന്നു യാത്ര? ഖാൽ മുരീഹ, നല്ല റാഹത്തായിരുന്നു. യൻദുറുൽ ഖാലു ഇലൽ ഫാത്തിമ, ഖാൽ ഫാത്തിമയുടെ അടുത്തേക്ക് നോക്കി. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ചു. ഖാൽ എന്താ ചോദിച്ചത്? ഡാഷ് ഫീ യദിക യാ ഫാത്തിമ, മാദാ ഫീ യദിക യാ ഫാത്തിമ, എന്താണ് ഫാത്തിമ നിൻ്റെ കയ്യിൽ? അപ്പോൾ ഫാത്തിമ പറഞ്ഞു ഹാദിഹി ലോബത്തി, അതെൻ്റെ ലോബത്താണ്, കളിപ്പാട്ടമാണ്. പിന്നെ എൻ്റെ ഖാല് ചോദിച്ചു ഡാഷ് വസൽത്തും ഇലൽ മത്താർ, ഡാഷ് വസൽത്തും ഇലൽ മത്താർ, എങ്ങനെയാണ് നിങ്ങൾ മത്താറിലേക്ക് വന്നത്? കൈഫ വസൽത്തും ഇലൽ മത്താർ, എങ്ങനെയാണ് നിങ്ങൾ മത്താറിലേക്ക് എത്തിയത്? ഹാഷിം ഫി സയ്യാറ, കാറിലാണ്. ഖാല് ഡാഷ് അസായിഖു, ആരാണ് സായിഖ്? മൻ സായിഖു, മൻ അസായിഖു? ഫാത്തിമ ജാറുന കുമാർ, നമ്മുടെ അയൽവാസി കുമാറാണ്. ഖാല് ഡാഷ് കുമാർ, എവിടെയാണ് കുമാർ? എവിടെ അല്ലേ? ഐന കുമാർ? ഫാത്തിമ ഹുവ ഫി സയ്യാറ, അദ്ദേഹം കാറിലുണ്ട്. ഖാല് ഹസൻ, നല്ലത്. ഓക്കെ, നസ്ഹബ് ഇലൽ ബൈത്ത്, നമുക്ക്
വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് ഒരു വട്ടം ഭംഗിയായിട്ടൊന്ന് വായിക്കുക. മനസ്സിലാവാത്തത് മനോടോ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. തമാം. ഈ ഹിവാർ എല്ലാവരും കേട്ടല്ലോ. നമുക്ക് ആ ഹിവാറിൽ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അദവാത്തുൽ ഇസ്തിഫ്ഹാം വെച്ചിട്ട്, ചോദ്യവാക്കുകൾ വെച്ചിട്ട് നമുക്ക് അതൊക്കെ പൂരിപ്പിച്ച് ഭംഗിയായിട്ട് നമുക്ക് നോട്ട് ബുക്കിലും എഴുതണം, ടെക്സ്റ്റ് ബുക്കിലും എഴുതണം. പിന്നെ ഈ പ്രവർത്തനം ഒക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ളതാണ്. അതൊക്കെ മാഷ് ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞുതരാം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് ഹാഷിറും ഹാഷിറിൻ്റെ ഹാലും ജദ്ദും എല്ലാവരും കൂടി, പെരുന്നാൾ ദിവസമാണല്ലോ, എല്ലാവരും പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് വന്നതാണ് ഹാല്, എല്ലാവരും കൂടി ഇരിക്കുന്നതും അവരൊരു യാത്ര പോകുന്നതും ഒക്കെ ഉണ്ട്. നല്ല രസകരമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അടുത്ത പാഠഭാഗത്താണത്, ഹൗലൽ ജദ്. അത് നമുക്ക് ആ പാഠഭാഗം നമുക്കൊന്ന് വായിക്കാം. അത് നമുക്ക് അർത്ഥസഹിതം അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഈ ക്ലാസ്സിൽ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. എല്ലാവരും ആ പാഠഭാഗം തുറക്കൂ. പേജ് 16. എല്ലാവരും എടുത്തല്ലോ അല്ലേ? 16ാമത്തെ പേജ്. ഈ പാഠഭാഗം നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗം വായിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കുക. ഹൗലൽ ജദ്. ഈ ഹെഡിങ്ങിൻ്റെ അർത്ഥം മാത്രം മാഷിപ്പോൾ പറയാം. ബാക്കിയുള്ള ഇതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പറയാം. ഹൗലൽ ജദ്, ജദ്ദിന് ചുറ്റും. ജദ്ദിന് ചുറ്റും ഏത് ദിവസമാണ്? എല്ലാവരും കൂടി ജദ്ദിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, ചുറ്റും ഇരിക്കുകയാണ്. എന്നിട്ട് രസകരമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പറയാനുള്ളത്. അവരെ യാത്രയുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നാളെ നല്ല രസകരമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് വായിക്കാം. തമാം. എല്ലാവരും തയ്യാറായോ? എല്ലാവരും പുസ്തകത്തിൽ വിരൽ വെച്ചുകൊണ്ട് മാഷ് വായിക്കുന്ന സ്ഥലത്ത് മാഷ കൂടെ മനസ്സിൽ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. തയ്യാറല്ലേ? എന്ന് നോക്കാം. ഹാദാ യൗമുൽ ഈദ്. യൗമുൽ ഈദി യൗമുൻ സഈദ്. بعد تناول الغداء جلسوا حول الجد. قالت فاطمة: يا جدي نروح إلى ساحل البحر وذلك منظر جميل تجري في البحر السفينة والزورق والقارب. قال الجد: نعم بعد زيارة أقاربنا. ഇനി ഒരു വട്ടം മാഷിതൊന്ന് വായിച്ച് തരുമ്പോൾ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം മാഷ് തരും. തമാം. തയ്യാറായില്ല എല്ലാവരും? ഹാദാ യൗമുൽ ഈദ്. ഇല്ലല്ലോ, എല്ലാവരും വായിച്ചില്ലല്ലോ. കുറച്ച് കുട്ടികൾ വായിക്കാൻ ബാക്കിയുണ്ടല്ലോ. നല്ല ഉച്ചത്തിൽ വായിക്കണം കേട്ടോ. മാഷ് വായിച്ചു തരുമ്പോൾ ഉച്ചത്തിൽ വായിക്കണം. തമാം. ഹാദാ യൗമുൽ ഈദ്. യൗമുൽ ഈദി യൗമുൻ സഈദ്. യൗമുൽ ഈദി യൗമുൻ സഈദ്. بعد تناول الغداء بعد تناول الغداء جلسوا حول الجد. جلسوا حول الجد. قالت فاطمة: يا جدي نروح إلى ساحل البحر. نروح إلى ساحل البحر.
വദാലിക മൻളറുൻ ജമീൽ തജ്രി ഫിൽ ബഹരി تجري في البحر السفينة والزورق والقارب قال الجد نعم بعد زيارة أقاربنا نعم بعد زيارة أقاربنا بعد زيارة أقاربنا തമാം. ഇപ്പം എല്ലാവരും ഈ പാഠം ഒരു വട്ടം വായിച്ചു. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഭംഗിയായിട്ട് വായിക്കണം. ഏതെങ്കിലും വാക്കുകൾ കിട്ടാത്തതുണ്ടെങ്കിൽ ഉമ്മാനോടോ ഉപ്പാനോടോ ചോദിച്ച് മനസ്സിലാക്കണം. തമാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല രസകരമായ ക്ലാസ് ആയിരുന്നു അല്ലേ? എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? അദവാത്തുൽ ഇസ്തിഫ്ഹാം. അതിലുള്ള ഏതൊക്കെ വാക്കുകൾ നമ്മൾ പഠിച്ചത്? കൈഫ, ഐന, മാദ, മത, മൻ. ഇതൊക്കെ നമുക്ക് ഓരോ വാചകത്തിൽ ഉപയോഗിക്കാനും നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചത്? പിന്നെ ഈ സംഭാഷണം ഹിവാറ് വായിച്ച് അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ പഠിച്ചു. പിന്നെ ഹൗലൽ ജദ് എന്ന പാഠഭാഗം നമ്മളൊന്ന് വായിക്കാൻ പഠിച്ചു. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു അല്ലേ? ഇനി ചെറിയ 2 പ്രവർത്തനങ്ങൾ തരട്ടെ മാഷ്. ചെറുതാ. ഒന്ന്, ടെക്സ്റ്റ് ബുക്കിലെ നമ്മളെ ഹിവാറ് അദവാത്തുൽ ഇസ്തിഫ്ഹാം വെച്ചിട്ട് ഭംഗിയായിട്ട് പൂരിപ്പിക്കണം. പിന്നെ നമ്മൾ ഈ പൂരിപ്പിച്ച ഈ ഹിവാറ് നോട്ട് ബുക്കിലേക്ക് ഭംഗിയായിട്ട് എഴുതണം. രണ്ടാമത്തെ വർക്ക് എന്താ? ഈ ഹിവാറ് മലയാളത്തിലൊന്ന് എഴുതണം. നമ്മൾ പഠിച്ച അദവാത്തുൽ ഇസ്തിഫ്ഹാമും നമ്മൾ ഈ പഠിച്ച ഹിവാറും ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ആ ഹിവാറിൻ്റെ സംഭാഷണത്തിൻ്റെ മലയാള രൂപം ഒന്ന് എഴുതണം. നമ്മൾ ക്ലാസ്സിൽ ചെയ്യാറുണ്ട് അല്ലേ? ഇത്രയും പ്രവർത്തനങ്ങളുള്ളൂ. ഇതെല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ന് നമ്മൾ വായിച്ചല്ലോ ഒരു പാഠഭാഗം ഹൗലൽ ജദ്. ആ പാഠഭാഗത്തിൻ്റെ അർത്ഥസഹിതം വായിക്കണം. അതിലൊരുപാട് നല്ല രസകരമായ കാര്യമുണ്ട്. അവരെല്ലാവരും ഈ ഈദിൻ്റെ ദിവസം ഒരുമിച്ച് കൂടുന്നതും അതുപോലെ അവരെല്ലാവരും ഒരുമിച്ചൊരു യാത്ര ചെയ്യുന്നതൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമല്ലേ യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് അടുത്ത പാഠഭാഗത്ത് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാ അബ്നായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.